नमस्ते। आज की कक्षा में सबको स्वागत। पिछली कक्षा में मनोहर श्याम जोशी के बारे में कुछ पढ़ा। वे एक प्रसिद्ध उपन्यासकार, पत्रकार एवं पटकथाकार है। हिंदी साहित्य के कुछ चुनिंदा साहित्यकारों में एक है मनोहर श्याम जोशी। उनका एक पहली टेलीविज़न धारावाहिक है हम लोग के लेखक के रूप में उनका योगदान बहुत स्मरणीय रहेगा। इसके अलावा कुर्मांजलि नामक एक लेखन कार्य किया। यह साहित्य जगत और पत्रकारिता जगत में विशेष रूप से सराहा किया गया है। इसके अलावा धर्मयुग, दिनमान पत्रिका, हिंदुस्तान टाइम्स के साप्ताहिक हिंदुस्तान और अंग्रेजी पत्र वीकेंड रिव्यू आदि के संपादन कार्य में उनका महत्वपूर्ण योगदान भी दिया था। और उसका व्यक्तित्व बहुआयामी है। प्रेस, रेडियो, टीवी, वृत्तचित्र, विज्ञापन संप्रेषण आदि के लिए उनका सफलतापूर्वक लेखन कार्य किया है। केंद्रीय सूचना सेवा आकाशवाणी की हिंदी यूनिट में एक बतौर स्टाफ असिस्टेंट के रूप में, संपादक के रूप में उन्होंने काम किया था। उनका कुछ प्रकाशित रचनाएं हैं: उपन्यास, व्यंग्य संग्रह, साक्षात्कार, कहानी संग्रह, कविता संग्रह, सिनेमा पटकथा लेखन, टेलीविज़न धारावाहिक, फिल्म और बाल साहित्य भी है। 4 फिल्मों का निर्माण किया था: भ्रष्टाचार, अपू राजा, हे राम, जमीन। നെക്സ്റ്റ് മനോഹർ ശ്യാം ജോഷിയുടെ കുറച്ചുകൂടി പരിചയപ്പെടുത്താനായിട്ടുണ്ട്. ഉപന്യാസ്, कहानी हो अथवा धारावाहिक फीचर फिल्में गहरा आत्ममंथन, सघन समग्रता बोध और बतरस से भरपूर उनकी शैली पाठकों दर्शकों पर अमिट प्रभाव छोड़ते हुए मार्मिक अनुभूति कराती है. ഉപന്യാസ്, കഹാനി ഹോ, ഈ നോവലായാലും കഥയായാലും അതുപോലെ തന്നെ നമ്മുടെ സീരിയലായാലും പരമ്പരയായാലും ഫീച്ചർ ഫിലിം തുടങ്ങിയ പരമ്പരയായാലും അതിലെ വളരെ ആഴത്തിലുള്ള അല്ലെങ്കിൽ വളരെ ശക്തമായിട്ടുള്ള സമഗ്രതാ ബോധത്തോടു കൂടിയിട്ട്, അതുപോലെ തന്നെ ബത്രസേ ഭർപ്പൂർ, അതായത് സംഭാഷണത്തിൽ തന്നെ ഒരു രസമുണ്ടെന്നാണ്, രസം നിറച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ ശൈലി. ഇപ്പോൾ ഇവിടെ പറയണ ഫീച്ചർ ഫിലിമായാലും നോവലായാലും കഥയായാലും ഏത് തന്നെയായാലും അതെല്ലാം അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള എല്ലാവരെയും ഇളക്കാൻ കഴിവുള്ള, ആഴത്തിൽ സ്പർശിക്കാൻ കഴിവുള്ള ശക്തമായിട്ടുള്ള സമഗ്രതാബോധവും അതുപോലെ സംഭാഷണത്തിൽ അതിൻ്റേതായ രസവും നിറച്ചുകൊണ്ടുള്ള ശൈലി എന്ന് പറയുന്നത് വായനക്കാരെയായാലും കാണികളേനെയായാലും വളരെ നല്ലൊരു സ്വാധീനം ചെലുത്താൻ കഴിവുള്ള തരത്തിലുള്ള ഹൃദയസ്പർശിയായിട്ടുള്ള അല്ലെങ്കിൽ വളരെ നല്ലൊരു അനുഭൂതി ഉണർത്തുന്ന തരത്തിലുള്ള രചനകളാണെന്നാണ് പറയുന്നത്. പ്രവർത്തനങ്ങളാണ് അദ്ദേഹത്തിൻ്റെ കഥയായാലും നോവലായാലും പരമ്പരയായാലും എല്ലാവരും നമുക്ക് കാണാനായിട്ട് സാധിക്കുക. उनके द्वारा लिखित संस्मरण भी साहित्य जगत में अपनी विशिष्ट पहचान रखते हैं. ഇനി അദ്ദേഹം എഴുതിയിട്ടുള്ള സംസ്മരൺ, നമ്മൾ ഓർമ്മകൾ, അതും സാഹിത്യ ലോകത്തിലെ വളരെ എന്താ പറയുക, വിശിഷ്ടമായിട്ട് വളരെ വിശേഷപ്പെട്ട രീതിയിൽ തിരിച്ചറിയാൻ പറ്റുന്ന തരത്തിലുള്ള രചനകളാണ് അദ്ദേഹത്തിൻ്റെ ഓർമ്മക്കുറിപ്പുകൾ, സംസ്മരണം. सपाट बयानी एवं मर्मस्पर्शी वर्णन करते हुए उन्होंने संस्मरण साहित्य की अभिवृद्धि में महत्वपूर्ण योगदान दिया है. വളരെ സ്മൂത്തായിട്ട് കാര്യങ്ങൾ പറയുക, അതുപോലെ തന്നെ മർമ്മസ്പർശി, വളരെ ഹൃദയസ്പർശിയായ രീതിയിൽ വർണ്ണിക്കുക. അങ്ങനെ ചെയ്തുകൊണ്ട് അദ്ദേഹം ഇവിടെ പറയുന്നുണ്ട്,
സംസ്മരൺ സാഹിത്യക്ക് അഭിവൃദ്ധിമേ, സംസ്മരൺ എന്ന് പറയുന്ന സാഹിത്യത്തിൻ്റെ തന്നെ ഒരു ഭാഗമാണ് സംസ്മരൺ എന്ന് പറയുന്നത്. അതിനെ അഭിവൃദ്ധിപ്പെടുത്തുന്നതിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുള്ള വ്യക്തിയാണ് മനോഹർ ശ്യാം ജോഷി. അപ്പോൾ കാര്യങ്ങൾ വളരെ സ്മൂത്തായിട്ട് പറയുക, അവതരിപ്പിക്കുക, വളരെ ഹൃദയസ്പർശിയായ രീതിയിൽ എല്ലാവരും ഇഷ്ടപ്പെടുന്ന രീതിയിൽ അവതരിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ വർണ്ണിച്ചുകൊണ്ട് ഈ സംസ്മരൺ സാഹിത്യം എന്ന് പറയുന്ന ഈ മേഖലയെ അഭിവൃദ്ധിപ്പെടുത്താനായിട്ട് വളരെ നല്ല പങ്ക് വഹിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് മനോഹർ ശ്യാം ജോഷി. നമ്മൾ ഗദ്യവിധയിൽ സാഹിത്യത്തിൻ്റെ തന്നെ മേഖലയാണ് ഗദ്യം എന്ന് പറയുന്നത്. ഗദ്യത്തിൽ തന്നെ നമ്മൾ കഥയുണ്ട്, നോവലുണ്ട്, ഏകാംഗിയുണ്ട്, നാടകമുണ്ട്, അതുപോലെ സംസ്മരണമുണ്ട്, രേഖാചിത്രം, എങ്കിൽ അങ്ങനെ ഒരുപാട് മേഖലയുണ്ട്. അതിൽ നമ്മൾ ഈ സംസ്മരൺ എന്ന മേഖലയെ ശക്തിപ്പെടുത്താനായിട്ട് അല്ലെങ്കിൽ അഭിവൃദ്ധിപ്പെടുത്താനായിട്ട് അദ്ദേഹത്തിന് നല്ലൊരു പങ്ക് അദ്ദേഹം വഹിച്ചിട്ടുണ്ട്. മനോഹർ ശ്യാം जोशी का രചനാ സംസാർ വൈവിധ്യപൂർണ്ണ ഹേ. മനോഹർ ശ്യാം ജോഷിയുടെ രചനാ സംസാർ എന്ന രചനാലോകം എന്ന് പറയുന്നത് വൈവിധ്യപൂർണ്ണമാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു വിഷയം ക വൈവിധ്യം. അദ്ദേഹത്തിൻ്റെ രചനയിൽ സാഹിത്യരചനയായാലും പത്രപ്രവർത്തനമായാലും ഏത് മേഖലയായാലും അതെടുത്തു കഴിഞ്ഞാൽ അതിൽ വിഷയ വൈവിധ്യം നമുക്ക് കാണാൻ സാധിക്കുന്നു പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ തന്നെ രചനാലോകം എന്ന് പറയുന്നത് വൈവിധ്യപൂർണ്ണമാണ്. അതായത് വിഷയ വൈവിധ്യം കാണാനായിട്ട് സാധിക്കും. ജബർദസ്ത് കിസ്സാഗോയി, ट्रेसी कॉमिक का चक्कर, घिलंदड़ी भाषा से हिंदी गद्य साहित्य में उन्होंने विलक्षण गद्य की रचना की. ഇനി ജബർദസ്ത് കിസ്സാഗോയി, അതായത് കഥാവർണ്ണനകൾ, ആഖ്യാനങ്ങൾ, വ്യാഖ്യാനങ്ങൾ, അതുപോലെ തന്നെ ട്രേസി കോമിക്ക ചക്കൻ കോമിക് രചനകൾ, അതുപോലെ തന്നെ ഖിലംദടി ഭാഷാസെ ഹിന്ദി ഗദ്യ സാഹിത്യമേ, അതായത് എന്താ പറയുക, നല്ല രീതിയിൽ, അതായത് ഇപ്പോൾ ഓപ്പണായിട്ട് വരുന്ന അല്ലെങ്കിൽ വിടർന്നു വരുന്ന സാഹിത്യം, ഗദ്യ സാഹിത്യത്തിൽ തന്നെ വിലക്ഷൺ ഗദ്യ എന്ന് പറയുന്നതിൻ്റെ രചന അദ്ദേഹമാണ്. അതായത് ഭാഷയെ വികസിപ്പിച്ചുകൊണ്ട് ഹിന്ദി സാഹിത്യ ഗദ്യ സാഹിത്യത്തിലെ വിലക്ഷൺ ഗദ്യ എന്ന് പറയുന്ന ഒരു മേഖലയെ വികസിപ്പിച്ചെടുത്തത് മനോഹർ ശ്യാം ജോഷിയാണെന്നാണ് പറയുന്നത്. അസാധാരണമായിട്ടുള്ളൊരു ഗദ്യം. അതിൽ ഖിലംദടി ഭാഷാസെ, അതായത് അതിനെ ആ ഭാഷ വികസിപ്പിച്ചെടുത്തത്, അതായത് വിടരുന്ന അല്ലെങ്കിൽ പുതിയൊരു ഭാഷയിലേക്ക് ഹിന്ദി സാഹിത്യത്തെ എത്തിച്ചൊരു വ്യക്തിയാണ്. വിലക്ഷൺ ഗദ്യത്തിൻ്റെ രചന ചെയ്തത് മനോഹർ ശ്യാം ജോഷിയാണ്. കഥാവർണ്ണനയായാലും ആഖ്യാനമായാലും വ്യാഖ്യാനമായാലും ഏതിലായാലും അദ്ദേഹത്തിൻ്റെ ഭാഷയിലെ രചനാലോകത്ത് നമുക്ക് കാണാൻ പറ്റുന്ന ഒന്നാണ് വിഷയ വൈവിധ്യം എന്ന് പറയുന്നത്. സൺ 2006 ദേഹാവസാൻ, 2006 അദ്ദേഹം മരിച്ചത്. അപ്പോൾ 1933 മനോഹർ ശ്യാം ജോഷി ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ മരണം എന്ന് പറയുന്നത് 2006. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഏത് രചന എടുത്താലും ഏത് കാര്യങ്ങളെടുത്താലും പറയുന്നുണ്ട് ആ വ്യക്തിക്ക് ആശയം, അതായത് പൊതുജനങ്ങളുടെ സാധാരണക്കാരായുള്ള ആളുകളുടെ ആഗ്രഹങ്ങൾ, ആകാംക്ഷകൾ, സ്വപ്നങ്ങൾ, അതുപോലെ തന്നെ സ്വപ്നഭംഗങ്ങൾ, അതുപോലെ സത്യസന്ധത തുടങ്ങിയ കാര്യങ്ങൾ വളരെ ആത്മീയമായിട്ട് വളരെ എന്താ പറയുക തെളിവോട് കൂടിയിട്ട് എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ രചനയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് പറയുന്നത്. അപ്പോൾ ഏത് കാര്യമായാലും പ്രൂഫോട് കൂടിയാണത് അദ്ദേഹം വ്യക്തമാക്കിയിരുന്നത്, അവതരിപ്പിച്ചിരുന്നതെന്നാണ് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ ഋഷികേശ് മുഖർജിക്ക് ढाई दिन പാഠ പരിചയമാണ്. അപ്പോൾ നമ്മൾ സംസ്മരൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഗദ്യത്തിൻ്റെ തന്നെ ഒരു മേഖലയാണ്. ഗദ്യക്ക് ഏക് വിധാഹേ സംസ്മരൺ. ഇവിടെ പറയുന്നുണ്ട് സംസ്മരൺ എന്ന ഹിന്ദി സാഹിത്യക്ക് ഏക് നവീൻ ഗദ്യ വിധാഹേ, ഒരു പുതിയൊരു ഗദ്യ രൂപമാണ് സംസ്മരൺ എന്ന് പറയുന്നത്. അത് अन्य गद्य विधाओं की तरह अधिक विकसित नहीं है. ഈ സംസ്മരൺ എന്ന് പറയുന്നത് മറ്റുള്ള ഗദ്യ രൂപത്തെ പോലെ തന്നെ അത്രയ്ക്കധികം അങ്ങോട്ട് വിസ്തൃതമായിട്ടുള്ള ഒന്നല്ല. യഹ് ആത്മനിഷ്ഠ വിധാഹേ, അത് ആത്മനിഷ്ഠമാണ്. അതായത് നമ്മുടെ ഉള്ളിൽ നമ്മുടെ ഓർമ്മകളാണ് നമ്മളതിൽ വ്യക്തമാക്കുന്നത്. അപ്പോൾ സംസ്മരൺ എന്ന് പറയുന്നത് ആത്മകഥാക്കെ രൂപമേ ലിഖേ ഹുയേ ഏക സ്മൃതി ലേഖ, നമ്മളൊരു ഓർമ്മക്കുറിപ്പ് എന്ന് പറയും. നമ്മുടെ ആത്മകഥയുടെ രൂപത്തിൽ എഴുതുന്ന ഒരു
स्मृति लेखाണ് നമ്മുടെ സംസ്മരണം എന്ന് പറയുന്നത്. लेखक के जीवन का पूरा विवरण नहीं होता बल्कि किसी घटना की भले ही लेखक का उससे नाममात्र संबंध हो स्मृति वर्णन का विवरण होता है. അപ്പോൾ ലേഖകൻ്റെ ജീവിതത്തിൻ്റെ മുഴുവൻ വിവരണവും അതിൽ നടത്തുന്നില്ല. നേരെ മറിച്ച് ഏതെങ്കിലും സംഭവത്തെക്കുറിച്ച് ലേഖകൻ്റെ കുറച്ച് കാര്യങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാവും. അതുപോലെ തന്നെ ഓർമ്മകളുടെ വർണ്ണനയാണ് അവിടെ കാണുന്നത്, സംസ്മരണയിൽ കാണുന്നത്. നമുക്ക് പാഠപരിചയം നോക്കാം. ऋषिकेश मुखर्जी के साथ 2.5 दिन. जिस प्रकार साहित्य समाज के आगे चलने वाली मशाल होता है उसी प्रकार सिनेमा भी समाज का प्रतिबिंब होता है. സാഹിത്യ സമൂഹത്തിൻ്റെ ആകെ ചലനെ വലി മശാൽ, അതിനെ മുന്നോട്ട് നയിക്കുന്ന ഒരു ദീപമായിട്ട് അല്ലെങ്കിൽ ഒരു പന്തമായിട്ട് ആണ് നമ്മുടെ സാഹിത്യം എന്ന് പറയുന്നത്. നമ്മുടെ സമൂഹത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നൊരു ഘടകമായിട്ട്. ഉസേ പ്രകാർ സിനിമ അഭി സമാജിക പ്രതിബിംബ ഹോത്തായി. സാഹിത്യം എന്ന് പറയുന്നത് നമ്മുടെ സൊസൈറ്റിയെ മുന്നോട്ട് കൊണ്ടുപോകുന്നൊരു തീപ്പന്തമാണെങ്കിൽ അതുപോലെ തന്നെ സിനിമ എന്ന് പറയുന്നത് സമൂഹത്തിൻ്റെ ഒരു പ്രതിബിംബം തന്നെയാണ്. സാഹിത്യകാരോं तथा फिल्मकारों में बहुत ज़्यादा अंतर नहीं होता. ഇപ്പോൾ സാഹിത്യകാരന്മാരായാലും സിനിമാക്കാരായാലും അവർ തമ്മിൽ വളരെയധികം വ്യത്യാസമൊന്നുമില്ല എന്നാണ് പറയുന്നത്. ഫിലിമേ ദർശക की रुचियों के अनुसार बनाई जाती है तो സാഹിത്യ പാഠകോं की रुचि का निर्माण करता है. രണ്ടിൻ്റെയും വ്യത്യാസം എന്ന് പറയുന്നത് ഇതാണ്. അതായത് ഫിലിം എന്ന് പറയുന്നത് കാണികളാണ്. കാണികളിലെ താല്പര്യത്തിനനുസരിച്ചാണ് ഫിലിം നിർമ്മിക്കുന്നത്. എന്നാൽ സാഹിത്യം എന്ന് പറയുന്നത് വായനക്കാരെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. വായനക്കാരുടെ താല്പര്യം എന്താണോ അതിനനുസരിച്ചാണ് സാഹിത്യരചന നടത്തുന്നത്. അതാണ് രണ്ടും നമ്മൾ ഫിലിമും അതുപോലെ സാഹിത്യം തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് അതാണ്. അതായത് സാഹിത്യകാരന്മാരും അതായത് സിനിമാക്കാരെന്ന് പറയുന്നത് വലിയ വ്യത്യാസമില്ല. ഫിലിം എന്ന് പറയുന്നത് ദർശക രുചിക്ക് അനുസാർ और സാഹിത്യം എന്ന് പറയുന്നത് പാഠവും രുചിക്ക് അനുസാർ बनाई जाता है निर्माण करता है. വായനക്കാരുടെ താല്പര്യം, കാണികളുടെ താല്പര്യം ഫിലിം എന്ന് പറയുന്നത്, സാഹിത്യം എന്ന് പറയുന്നത്. सिनेमा एक ऐसा माध्यम है जिसमें से समाज का यथार्थ और आदर्श प्रस्तुत किया जाता है. സിനിമ എന്ന് പറയുന്നത് ഒരു മാധ്യമമാണ്. ആ മാധ്യമം മുഖേന സമൂഹത്തിൻ്റെ യാഥാർത്ഥ്യങ്ങൾ അല്ലെങ്കിൽ ആദർശങ്ങൾ അവതരിപ്പിച്ച് കാണിക്കുകയാണ് സിനിമ മുഖേന ചെയ്യുന്നത്. तो सिनेमा एक ऐसा माध्यम है जिसमें समाज का यथार्थ और आदर्श, അതായത് സമൂഹത്തിൻ്റെ യാഥാർത്ഥ്യവും ആദർശവുമാണ് അവതരിപ്പിക്കുന്നത്. सिनेमा से जुड़े लोग एकदम वैसे नहीं होते जैसा कि हमें आभास होता है. ഇപ്പോൾ സിനിമയുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ആളുകൾ വൈസെ നഹി ഹോത്ത, ഒരിക്കലും അങ്ങനെ ആവില്ല. ജൈസാക്കി ഹമേ ആഭാസ് ഹോത്ത, നമ്മൾ വിചാരിക്കുന്ന പോലെ നമുക്ക് തോന്നുന്നത് പോലെ ഒരിക്കലും അവർ ആവുന്നില്ല. റിയൽ തഥാ റിയൽ ലൈഫ് മേ ബഹുത് അന്തർ ഹോത്ത ഹെ. റിയൽ ലൈഫിൽ സിനിമയിൽ കാണുന്നതും അതുപോലെ നമ്മുടെ റിയൽ ലൈഫും തമ്മിൽ വളരെയധികം വ്യത്യാസം കാണും. റിയൽ എന്ന് പറഞ്ഞാൽ റിയൽ ലൈഫ്, റീൽ എന്ന് പറഞ്ഞാൽ സിനിമയുടെ റീല്. അപ്പം നമ്മൾ റിയൽ ലൈഫിലും അതുപോലെ തന്നെ സിനിമ ലൈഫ് എന്ന് പറയുന്നത് രണ്ടും വ്യത്യാസം ഉണ്ടെന്നാണ് പറയുന്നത്. पर्दे पर जो दिखता है पर्दे के बाहर वैसा ही हो ये ज़रूरी नहीं है. നമ്മുടെ സിനിമ കാണുമ്പോൾ അവിടെ എന്താണോ നമ്മൾ കാണുന്നത് അതല്ലെങ്കിൽ അതിൻ്റെ പുറത്ത് എങ്ങനെയാണോ ये ज़रूरी नहीं है, ഇതൊന്നും നമുക്കറിയേണ്ട ആവശ്യം ഇല്ല. ഇപ്പോൾ കർട്ടൻ അത് നമ്മൾ എന്താ പറയുക സ്റ്റേജിൽ അല്ലെങ്കിൽ നമ്മുടെ സിനിമയിൽ എന്താണോ കാണുന്നത് അതോ നമ്മൾ പുറത്ത് എങ്ങനെയാണോ ഇതൊന്നും അവിടെ നോക്കേണ്ട ആവശ്യം ഇല്ല. इस कारण हम किसी का संस्मरण फिल्मी दुनिया को लेकर सुनते हैं तो बड़ा रोचक लगता है. अब इस कारण ഈ കാരണം കൊണ്ട് हम किसी का संस्मरण ഫിലിമി ദുനിയാക്കോ ലേക്കർ സുനത്തെ ഹേ, ഇപ്പോൾ ആരെയും കുറിച്ചുള്ള ഓർമ്മകൾ സിനിമാ ലോകവുമായി ബന്ധപ്പെട്ടുള്ള ഓർമ്മകൾ നമ്മൾ കേൾക്കുകയാണെങ്കിൽ തോ ബഡാ രോചക ലഗ്താ ഹേ, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്ക് തോന്നും. इसलिए हर समाचार पत्र पत्रिका तथा टीवी रेडियो पर फिल्मी दुनिया के किस्से खूब चलते हैं. അതുകൊണ്ട് തന്നെ ന്യൂസ് പേപ്പറിലായാലും മാഗസിനിലായാലും ടി വിയിലായാലും റേഡിയോയിലായാലും ഫിലിമി ദുനിയാക്കെ കിസ്സേ,
ഫിലിം ലോകത്തെക്കുറിച്ചുള്ള കഥകൾ, ഒരുപാട് കഥകൾ നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ നമ്മുടെ ജീവിതം റിയൽ ലൈഫും റീലെന്നും പറയുന്നത് രണ്ടും, റിയൽ ലൈഫ് എന്ന് പറയുന്നത് ഭൂതന്ത്രത്തെ വളരെയധികം വ്യത്യാസമുണ്ട്. നമ്മൾ കാണുന്നതാവില്ല നമ്മുടെ ജീവിതം. റിയൽ ലൈഫ് എന്ന് പറയുന്നത് നമ്മൾ ഇതിൽ സിനിമയിൽ കാണുന്നതായിരിക്കില്ല നമ്മുടെ റിയൽ ജീവിതം എന്ന് പറയുന്നത്. പക്ഷേ സിനിമാ ലോകത്തെക്കുറിച്ച് അതുമായി ബന്ധപ്പെടുത്തി കേൾക്കാനായിട്ട് നമുക്ക് വളരെയധികം താല്പര്യമാണ്. അതുകൊണ്ട് തന്നെ മാഗസിനിലായാലും ന്യൂസ് പേപ്പറിലായാലും ടി വിയിലായാലും റേഡിയോയിലായാലും ഒക്കെ സിനിമാ ലോകത്തെക്കുറിച്ചുള്ള ഒരുപാട് കഥകൾ നമുക്ക് അതുമായി ബന്ധപ്പെട്ട് കേൾക്കാനായിട്ട് സാധിക്കും. आज ऐसे टीवी शो खासे लोकप्रिय हो गए हैं जिनमें हम फिल्मी दुनिया को किस्से सुनते जानते हैं. അപ്പം അങ്ങനെ ഒരു ടി വി ഷോയിൽ, പ്രത്യേകിച്ച് ടി വി ഷോ ഒക്കെ ഇങ്ങനെ ഫേമസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ ഫിലിമി ദുനിയാക്കെ കിസ്സേ, അതായത് സിനിമാ ലോകത്തെക്കുറിച്ചുള്ള കഥകൾ നമ്മൾ കേൾക്കുന്നുണ്ട്, അറിയുന്നുണ്ട്. ये जानकर आश्चर्य हो सकता है कि सुहाना सफ़र विद अन्नू कपूर के बाद ऐसे कार्यक्रमों की बाढ़ सी आ गई. അപ്പോൾ ഇതറിഞ്ഞ് നമുക്ക് വളരെ ആശ്ചര്യം തോന്നുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, സുഹാന സഫർ വിത്ത് അന്നു കപൂർ എന്ന് പറയുന്ന ഒരു ഫിലിമിന് ശേഷം, അല്ലെങ്കിൽ ആ ഒരു ഷോയ്ക്ക് ശേഷം ഇങ്ങനെയുള്ള പരിപാടികളുടെ ഒരു ബാഡ്സിയായ ഒരു കയറ്റം തന്നെ ഉണ്ടായെന്ന് പറയുന്നത്. യഹാൻ തക്ക് FM तथा रेडियो के विभिन्न कार्यक्रमों में फिल्मी कलाकारों, गीतों, कहानियों से जुड़े हुए किस्से खूब प्रचलित होते जा रहे हैं. അപ്പം അത് മാത്രമല്ല, ഇവിടെ പറയുന്നുണ്ട് FM അതുപോലെ തന്നെ റേഡിയോയിൽ വ്യത്യസ്തമായിട്ടുള്ള പ്രോഗ്രാമുകളിലൊക്കെ ഫിലിം ആർട്ടിസ്റ്റുകളുടെ അങ്ങനെ പാട്ടുകൾ, കഥകൾ, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് കഥകൾ പ്രചരിക്കുന്നുണ്ടെന്ന് പറയുന്നത്. अपने प्रारंभ से ही सिनेमा का रूप हला पर्दा जनसाधारण को अपनी तरफ आकर्षित करता रहा है. അപ്പോൾ തുടക്കത്തിൽ തന്നെ സിനിമയുടെ സൗന്ദര്യം എന്ന് പറയുന്നത് അത് സാധാരണ ജനങ്ങളെ ആ ഒരു മേഖലയിലേക്ക് ആകർഷിച്ചു കൊണ്ടിരിക്കുകയാണ് പറയുന്നത്, സിനിമയുടെ മേഖലയിലേക്ക്. അതുപോലെ തന്നെ ഇവിടെ പറയുന്നുണ്ട്, ഇസ് തരഫ് കെ ഗ്ലാമർ കി തരഫ് ലോകം കി രുചി എവം ജിജ്ഞാസാമേം ലഗാതാർ ബഡോത്തരി ഹോ രഹി ഹെ. അപ്പോൾ ഈ ഒരു ഭാഗത്തേക്ക്, അതായത് ആളുകളെ, സാധാരണ ജനങ്ങളെ ആകർഷിക്കുന്ന ഒരു ഘടകമാണ് സിനിമ എന്ന് പറയുന്നത്. സിനിമ ഫിലിം ആർട്ടിസ്റ്റുകളായാലും പാട്ടുകളായാലും കഥകളായാലും ഒരുപാട് ഇന്നത്തെ കാലത്ത് നമ്മുടെ റേഡിയോയിലായാലും FM-ലായാലും ടെലിവിഷനിലൊക്കെ ഒരുപാട് പ്രചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാം ആ സൗന്ദര്യം എന്ന് പറയുന്നത് ജനങ്ങളെ ആകർഷിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഗ്ലാമർ കി തരവ്, ഇതുപോലെ തന്നെ ആ ഭാഗത്ത് ഗ്ലാമർ എന്ന് പറഞ്ഞുകൊണ്ട് ആളുകളുടെ താല്പര്യം എന്ന് പറയുന്നത്, അതുപോലെ അറിയാനുള്ള ജിജ്ഞാസ, ഇതെല്ലാം നിരന്തരം ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ആവശ്യക് നഹി കിയെ സംസ്മരൺ കിസ്സെ ഗപ്ഷപ്പ് ആദി സദൈവ സച്ച് ഹി ഹോ. ഇപ്പോൾ ഈ പറയുന്ന സംസ്മരൺ, ഓർമ്മകളായാലും കഥകളായാലും ഗപ്ഷപ്പ്, ഗോസിപ്പുകളായാലും മുതലായവ എല്ലായ്പ്പോഴും സത്യമാവണമെന്നൊന്നുമില്ല. സത്യമാണ്, അത് അങ്ങനെ പറയേണ്ട ആവശ്യമൊന്നുമില്ല എന്നാണ് പറയുന്നത്. ലേക്കിൻ ജബ് കോയി ഗംഭീർ വ്യക്തിനെ സുനാത്താ ഹെ തോ സുനനെ കാ മൻ കർത്താ ഹെ. പക്ഷേ ഏതെങ്കിലും ഫേമസ് ആയിട്ടുള്ള ആളുകൾ ഇത് കേൾപ്പിക്കുകയാണെങ്കിൽ തോ സുനനെ കാ മൻ കർത്താ ഹെ, അത് കേൾക്കാനായിട്ട് നമ്മൾ മനസ്സാഗ്രഹിക്കുന്നത്. അപ്പോൾ സംസ്മരണമായാലും കിസ്സയായാലും ഗപ്ഷപ്പായാലും എല്ലായ്പ്പോഴും സത്യമാവണമെന്നില്ല, അങ്ങനെ ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷേ ഏതെങ്കിലും ഫേമസ് ഉള്ള ഒരു വ്യക്തി ഇതിനെക്കുറിച്ച് പറഞ്ഞ് കേൾപ്പിക്കുകയാണെങ്കിൽ നമുക്കത് കേൾക്കാനായിട്ടുള്ള ആഗ്രഹം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവും. അപ്പോൾ അതാണ് നമ്മുടെ ഋഷികേശ് മുഖർജിക്ക് സാത്ത് ഢായി ദിൻ എന്ന് പറയുന്ന നമ്മുടെ പാഠത്തെക്കുറിച്ചൊന്ന് പരിചയപ്പെടുത്തലാണ് പറഞ്ഞത്. അപ്പോൾ സംസ്മരണം എന്ന് പറയുന്നത് നമ്മുടെ ഓർമ്മയിൽ, നമ്മുടെ ആത്മകഥയുടെ രൂപത്തിൽ തന്നെ എനിക്കിപ്പോൾ എൻ്റെ ഓർമ്മയിലുണ്ടാകുന്ന എൻ്റെ അനുഭവങ്ങൾ, ആരൊക്കെ കണ്ടുമുട്ടി, എന്തെല്ലാം കാര്യങ്ങൾ എന്നുള്ള കാര്യങ്ങളാണ് അതിൽ വ്യക്തമായിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പം മനോഹർ ശ്യാം ജോഷി എഴുതിയ
ഒരു സംസ്മരണമാണ് ഋഷികേശ് മുഖർജിയുടെ കൂടെ 2.5 ദിവസം എന്ന് പറയുന്ന ഒരു സംസ്മരൺ. അപ്പോൾ അദ്ദേഹത്തെ കാണാനായിട്ട് വരുന്നതും അദ്ദേഹത്തെ കാണാനുള്ള ബുദ്ധിമുട്ടുകൾ, ഫിലിം ഇൻഡസ്ട്രിയിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, ഇതെല്ലാമാണ് ഇതിൽ ജോഷി ഇതിൽ പറഞ്ഞിരിക്കുന്നത്. संस्मरण ऋषिकेश मुखर्जी के साथ 2.5 दिन. हमें भी जाने क्या सूझी. ईश्वर और कमलेश्वर का नाम लेकर बम्बई जा पहुँचे. ഞങ്ങൾക്ക് हमें भी जाने क्या सूझी. हमें भी जाने ഞങ്ങൾക്ക് എന്തറിയാനാ. ഈശ്വർ और कमलेश्वर का नाम लेकर बम्बई जा पहुँचे. ഈശ്വരൻ്റെയും കമലേശ്വരൻ്റെയും പേരായിട്ടാണ് ബോംബെയിലേക്ക് ഞങ്ങൾ എത്തിച്ചേർന്നത്. മനോഹർ ശ്യാം ജോഷി പറയണം. ഉദ്ദേശം എന്താണെന്ന് പറയുന്നുണ്ട്. सिनेमा को अपनी साहित्यता प्रदान करना उर्फ अपनी साहित्यता को सिनेमा का सहारा देना. तो बम्बई में पहुँचने का उद्देश्य क्या है. ഇവിടെ ബോംബെയിലേക്ക് എത്താനുള്ള, മുംബൈയിലേക്ക് അല്ലെങ്കിൽ ബോംബെയിലേക്ക് എത്താനുള്ള കാരണം, അതിൻ്റെ ഉദ്ദേശം എന്താണ്? ഇങ്ങനെ പറയുന്നുണ്ട്. സിനിമക്കോ അപ്പനി സാഹിത്യകഥ പ്രദാനം, സിനിമയ്ക്ക് സാഹിത്യകഥ പ്രദാനം ചെയ്യുക, അല്ലെങ്കിൽ അപ്പനി സാഹിത്യകഥക്കോ സിനിമക്ക, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ സ്വന്തം സാഹിത്യത്തിന് സിനിമയുടെ സഹായം കിട്ടുക. ഉദ്ദേശം എന്ന് പറയുന്നത് സിനിമക്കോ അപ്പനി സാഹിത്യകഥ പ്രധാനം, സിനിമയ്ക്ക് സാഹിത്യത്തെ പ്രദാനം ചെയ്യുക എന്നുള്ളതായിരുന്നു ഉദ്ദേശം. അപ്പോൾ ഇവിടെ മനോഹർ ശ്യാം ജോഷി ഈശ്വരൻ്റെയും കമലേശ്വരൻ്റെയും പേര് വിളിച്ചിട്ടാണ് അവിടെ അവരെയും കൊണ്ടാണ് ബോംബെയിലേക്ക് എത്തിച്ചേരുന്നത്. ജാത്തെ ഹി बम्बई इंडस्ट्री में अपने एकमात्र मित्र श्री ऋषिकेश मुखर्जी उर्फ ऋषिदा को गंडियाया. अब അവിടെ मुंबई या बम्बई फिल्म इंडस्ट्री में जाते ही अपने एकमात्र मित्र, അദ്ദേഹത്തിൻ്റെ ഒരേയൊരു കൂട്ടുകാരനായിട്ടുള്ള ഋഷികേശ് മുഖർജിയെ, ഋഷികേശ് മുഖർജിയെ ഷോർട്ടായിട്ട് വിളിക്കുന്ന, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ചുരുക്കപ്പേരാണ്, ഉപനാമമാണ് ഋഷിത എന്ന് പറയുന്നത്. ഋഷിതാക്കോ ഗണ്ടിയായ, ഋഷിതയെ ഫോണിൽ വിളിച്ചു. ഇപ്പം ബോംബെയിലെ ഫിലിം ഇൻഡസ്ട്രിയിൽ എത്തിയപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ക്ലോസ് ഫ്രണ്ടായ ഋഷിതയിലെ ഋഷികേശ് മുഖർജിയെ അവിടെ ഫോണിൽ വിളിക്കുകയാണ്. ബാർ ഗണ്ടിയായ, ഒരു പ്രാവശ്യമല്ല പലതവണ വിളിച്ചു. ഹർ ബാർ ഉദർ സേ ഏക് അപരിചിത ആവാസ് സുനായി ദി ആപ് കോൻ. അപ്പോൾ അങ്ങനെ പല പ്രാവശ്യം ഇങ്ങനെ വിളിക്കുകയാണ്, ഋഷിതയെ വിളിച്ചു കഴിഞ്ഞാൽ, ഋഷിത എന്ന ഋഷികേശ് മുഖർജിനെ വിളിച്ചു കഴിഞ്ഞാൽ ഓരോ പ്രാവശ്യവും ഉദർ സേക്ക് പരിചിതാവാസ് സുനായി, അപരിചിതാവാസ്, അവിടെ നിന്ന് ഒരു അപരിചിത സ്വരം കേൾക്കും. ചോദ്യം ഇതാണ്, ആപ് കോൻ, താങ്കൾ ആരാണ്? 14 वर्ष के दिल्ली वास के लगभग भुला दी गई बम्बैया बोली को फिर से याद करते हुए हम हर बार कहते रहे कि ऋषिदा को बोलो दिल्ली से जोशी आए है, उसे कोई ज़रूरी बात करने का है क्या. അപ്പോൾ ഇവിടെ ഓരോ പ്രാവശ്യം വിളിക്കുമ്പോൾ ചോദിക്കും, അപ്പുറത്തുനിന്ന് ഒരു അപരിചിത സ്വരം ഉണ്ട്, അദ്ദേഹം ചോദിക്കുന്നത് എങ്ങനെയാണ്, അപ്കോൺ, നിങ്ങളാരാ ചോദിക്കും. അപ്പോൾ 14 വർഷക്ക് ദില്ലി വാസ്കെ, അതായത് 14 വർഷത്തോളം ഡൽഹിയിൽ വസിച്ചിട്ട് ആ ഡൽഹി വാസത്തെക്കുറിച്ച് ഏകദേശം മറന്നു കഴിഞ്ഞു. ആ ഒരു അവസ്ഥയിലാണ്. അങ്ങനെ ബോംബെയിൽ സംസാരിക്കുന്ന ബംബൈ ബോലി അവിടെ വീണ്ടും ഓർത്തുകൊണ്ട് ഓരോ പ്രാവശ്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. ആ കോൻ എന്ന് ചോദിക്കുന്നതിനൊക്കെ ഓരോ പ്രാവശ്യം പറഞ്ഞു, ഋഷിതാക്കോ ബോലോ ദില്ലി സെ ജോഷി ആയിലാഹേ. ഋഷിതോട് പറയണ ഡൽഹിയിൽ നിന്ന് ജോഷി വന്നിട്ടുണ്ട്. ആയില എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഒരു ഇതാണ്, സാധാരണ നമ്മുടെ ബോലിയാണ്, സംസാര ഭാഷയാണ്, ആയ എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ ഡൽഹി സെ ജോഷി ആയാഹി എന്ന് പറഞ്ഞാൽ മതി എന്ന് പറയും. ഉസേ കോയി ജറൂരത്ത് ബാത് കർണേ കാ ഹേ ക്യാ.
അദ്ദേഹത്തിനോട് എനിക്ക് വളരെ അത്യാവശ്യമായിട്ട് ഒരു കാര്യം സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞാൽ മതി പറയുന്നു. हर बार ही सुनने को मिला कि सब घर पर नहीं है, जब आएगा तो बोल देगा क्या. അപ്പോൾ പറയുന്നുണ്ട്, ഒരു അത്യാവശ്യ കാര്യം സംസാരിക്കാനാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പുറത്തുനിന്ന് വീണ്ടും പറയുന്ന കേൾക്കാൻ പറ്റുന്നതാണ് സാബ് ഗർ പർ നഹി ഹെ, സാറ് വീട്ടിലില്ല എന്നുള്ള മറുപടിയാണ് കിട്ടുക. സാറ് എന്ന് പറയുന്നത് നമ്മുടെ ഋഷികേശ് മുഖർജിനെയും ഋഷിത, അദ്ദേഹം വീട്ടിലില്ല എന്നുള്ള മറുപടിയാണ് അപ്പുറത്തുനിന്ന് കേൾക്കുക. ജബി ആയേകാത്ത ബോൾ ദേഗാക്യാം, എപ്പോഴാണ് പറഞ്ഞാൽ അപ്പം പറയാൻ പോരെ എന്നുള്ളൊരു ചോദ്യമാണ് അവിടെ കേൾക്കുന്നത്. आखिर रात के 10:30 बजे सब फ़ोन पर उपलब्ध हुआ और उसने अपनी खास गदगद शैली तथा बंगाली लहजे में कहा, आर्य जोशी कभी आया बम्बई, डायरेक्ट इधर आ जाता. ആഖിർ അവസാനം രാത് കെ 10:30 ബജെ, രാത്രി ഒരു 10:30 നേരത്ത് സാറിൻ്റെ ഫോൺ കിട്ടി. ഉസ്നെ ഖാസ് ഗദ്ഗദ ശൈലി, അദ്ദേഹത്തിൻ്റെ സാധാരണ ഗദ്ഗദ ശൈലിയിൽ, ബംഗാളി രൂപത്തിൽ, ബംഗാളി ലഹജമേ, ബംഗാളി സ്വരത്തിൽ അദ്ദേഹം പറഞ്ഞു, ഹരേ ജോഷി കഭി ആയ ബംബൈ, ഹരേ ജോഷി എപ്പോൾ ബോംബെയിലെത്തി, ഡയറക്റ്റ് ഇതറാജാത്ത, നേരം കിട്ട് വരായിരുന്നില്ലേ, तो अभी आ जाओ ना, ഇപ്പോൾ വരില്ലേ, हाँ लेट तो हो गया है, काल शौकाल फर्स्ट थिंग इन द मॉर्निंग और कोई प्रोग्राम नहीं है, बस अपना दूजने बात करेंगे. ഞാൻ പറയണ तो अभी आ जाओ ना, എന്നപ്പോൾ വരുന്നില്ലേ ചോദിക്കണേ. हाँ लेट तो हो गया, ഇപ്പോൾ ലേറ്റായി എന്ന് പറയണേ. കാൽ ഷൗക്കാൽ, അതായത് രാവിലെ, ഷൗക്കാൽ എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റിംഗ് ആണ്, താല്പര്യമാണെങ്കിൽ. ഫസ്റ്റ് തിങ് ഇൻ ദി മോർണിംഗ്, അത് രാവിലെ വരാനായിട്ട് ആവശ്യപ്പെടാണ്. और कोई प्रोग्राम नहीं है, बस अपने दूजने बात करेंगे. ഇനി വേറെ പ്രോഗ്രാം, മോർണിംഗിൽ വേറെ പ്രോഗ്രാം ഒന്നും ഇല്ലെങ്കിൽ, ഫസ്റ്റ് തിങ് ഇൻ ദി മോർണിംഗ്, അതായത് രാവിലെ വന്നാൽ മതി, അന്ന സമയത്ത് പ്രോഗ്രാമൊന്നും ഇല്ലെങ്കിൽ 2 വാക്ക് സംസാരിക്കാമല്ലോ എന്ന് പറയാം. ഇപ്പോൾ രാത്രി 10:30 ശേഷമാണ് സാറ് വീട്ടിലെത്തുന്നത്. ഋഷിത അദ്ദേഹം ഫോൺ ചെയ്യുന്നുണ്ട്, ജോഷിയെ വിളിക്കുന്നുണ്ട്, ബോംബെയിൽ എപ്പോഴെത്തി, നേരം കിട്ട് വരായിരുന്നില്ലെന്ന് ചോദിക്കുന്നുണ്ട്. പിന്നെ പറയുന്നുണ്ട് മോർണിംഗിൽ വേറെ പ്രോഗ്രാമൊന്നുമില്ല, അങ്ങനെയാണെങ്കിൽ രാവിലെ നിങ്ങളോട് വന്ന് നമുക്ക് സംസാരിക്കാമെന്നവിടെ ഋഷിത ജോഷിയോട് പറയുന്നതാണ്. അപ്പോൾ ഇവിടെ ബോംബെ फिल्म इंडस्ट्री में जाने का या पहुँचने का उद्देश्य क्या था, അവിടെ എത്താനുള്ള കാരണം എന്താണ്? സിനിമാക്കോ अपनी साहित्यता प्रदान करना उद्देश्य है, या अपनी साहित्यता को सिनेमा का सहारा देना. बम्बई फिल्म इंडस्ट्री में मनोहर श्याम जोशी की एकमात्र मित्र है ऋषिकेश मुखर्जी. उन्होंने ऋषिदा नाम से पुकारा गया है, ऋषिदा എന്ന പേരിലാണ് വിളിക്കുന്നത്. लेकिन बम्बई में आते समय बार बार उसको गंडी आया, लेकिन दूसरी ओर से एक अवृद्ध आवाज़ सुनाई दी, अब कौन है. उस समय उसने उससे कहा, दिल्ली से जोशी आया है. ये ऋषिदा को बोलने के लिए कहते हैं, दिल्ली से जोशी आया है, उसे कोई ज़रूरी बात करने का है. ഡൽഹിയിൽ നിന്ന് മനോഹർ ശ്യാം ജോഷി എത്തിയിട്ടുണ്ട്, അത്യാവശ്യ കാര്യം സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞാൽ മതി പറഞ്ഞു. उस दिन आखिर रात के 10:30 बजे ऋषिदा का फ़ोन उपलब्ध हुआ और उन्होंने कहा कि कभी आया बम्बई और डायरेक्ट इधर आ जाना. और उसके बाद उसने कहा, इन द फर्स्ट थिंग इन द मॉर्निंग और कोई प्रोग्राम नहीं, उस समय बातें करने के लिए आने के लिए कहते हैं. അപ്പോൾ രാവിലെ സംസാരിക്കാമെന്ന് പറഞ്ഞ് അവിടെ ഫോൺ വയ്ക്കുകയാണ്. അപ്പോൾ ഋഷികേശ് മുഖർജിയുടെ കൂടെ ഒരു 2-2.5 ദിവസം അവിടെ നമ്മുടെ
മനോഹർ ശ്യാം ജോഷി അദ്ദേഹത്തെ കാണാനായിട്ട് വരുന്നു പോകുന്ന ഒരവസ്ഥയാണ്. കണ്ടുമുട്ടുമ്പോഴുണ്ടാകുന്ന കുറച്ച് കാര്യങ്ങൾ, അതിൻ്റെ സിനിമ ആക്കുന്ന കാര്യങ്ങൾ, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ അതിൽ വരുന്നുണ്ട്. ഓക്കെ, താങ്ക് യു.